ലോകതലത്തിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. മതം മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ എത്തി നിൽക്കും എന്ന് ഈ വാർത്ത നമ്മുടെ പൊതുസമൂഹത്തോട് പറയും. അഫ്ഗാനിസ്ഥാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നു താലിബാൻ ഭരണകൂടം എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് അസാൻമാർഗികമായ പലതും ഈ ഇന്റർനെറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന ഈ നടപടിയിലേക്ക് താലിബാൻ ഭരണകൂടം കടന്നിരിക്കുന്നത്. ആ രാജ്യത്തേക്ക് എത്തുന്ന വിമാന സർവീസുകളൊക്കെ താറുമാറായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഫെമിന ഈ വാർത്തയുടെ വിവരങ്ങളുമായി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഫെമിന, അഫ്ഗാനിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംവിധാനമാണ് ഭരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് ഈ നിരോധനത്തിന് കാരണമായി പറയുന്നത്? രാജ്യത്തെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല പൂർണ്ണമായും കട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സംവിധാനം നിർത്തലാക്കിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ എന്ന് പറയുന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അതായത് അധാർമികത തടയാനായിട്ട് എന്ന കാരണമാണ് അഫ്ഗാൻ ഭരണകൂടം പറയുന്നത്. ഇസ്ലാമിക് ശരീഅത്ത് നിയമപ്രകാരം ഇസ്ലാമിക് ശരീഅത്ത് നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് ഭരണത്തിൽ നിലനിൽക്കുന്ന താലിബാൻ ഭരണകൂടം 2021 അധികാരത്തിലേറിയതിനു ശേഷം നടപ്പിലാക്കിയ ഏറ്റവും പുതിയ നിയന്ത്രണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധനം എന്ന് പറയുന്നത്. ആഴ്ചകൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാനിലെ ബാങ്കിങ്, അതുപോലെ മാധ്യമം, എല്ലാ മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക്കൽ ഇന്റർനെറ്റ് ഫൈബർ കണക്ഷനുകൾ അഫ്ഗാനിസ്ഥാൻ നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രാജ്യവ്യാപകമായി ടെലികമ്മ്യൂണിക്കേഷൻ വിച്ഛേദിച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കബൂളിലെ ഓഫീസുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊബൈൽ സേവനം ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിലുടനീളം ഇന്റർനെറ്റ്, സാറ്റലൈറ്റ്, TV എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു അധാർമികമാണ് കാരണം എന്നാണ് അഫ്ഗാനിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇസ്ലാമിക് ശരിയ നിയമപ്രകാരം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് അധാർമികമായിട്ടുള്ള അസാൻമാർഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. അത് തടയാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം, ഒരു പ്രദേശം താറുമാറായി കിടക്കുന്ന ഒരു നാടാണ്. സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഇടമാണ്. എത്രയോ ഭംഗിയായി ജീവിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാന് അവിടെ നിന്ന് ഈ താലിബാന്റെ കയ്യിലേക്ക് ഭരണം വന്നതോടുകൂടി ആ രാജ്യം പൂർണ്ണമായും നശിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇന്റർനെറ്റ് സംവിധാനം കൂടി അവർ നിരോധിച്ചാൽ എങ്ങനെ ആ രാജ്യം പുറം ലോകത്തോട് ഇടപെടും ഫെമിന? ഇപ്പോൾ വിമാന സർവീസുകൾ ഇപ്പോഴേ താറുമാറായിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇതൊക്കെ ആഗോളമായി നെറ്റ് കണക്ടിവിറ്റിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ? അതെ, വിമാന സർവീസുകൾ തകരാറിലായിരിക്കുന്നു. മറ്റ് മാധ്യമങ്ങൾക്ക്, ബാങ്കിങ് സംവിധാനം എല്ലാം താറുമാറായിരിക്കുന്നു. പക്ഷേ എപ്പോഴും ഈ പ്രശ്നത്തെ കേവലം അധാർമികമായിട്ടുള്ള കാരണമാണെന്ന് അഫ്ഗാൻ ഭരണകൂടം പറയുന്നുണ്ടെങ്കിൽ പോലും അത് കേവലം അത്തരമൊരു കാരണം മാത്രമല്ല അതിനുള്ളത്. മറിച്ച് കുറച്ചുകൂടി രാഷ്ട്രീയപരവും സ്ട്രാറ്റജിക്കലുമായിട്ട് ഈ പ്രശ്നത്തെ കാണേണ്ടതുണ്ട്. കാരണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം, അഫ്ഗാൻ്റെ ബന്ധം ഓൾറെഡി ദുർബലമായിട്ടുള്ള ബന്ധത്തിൽ ഈ അടുത്ത് കുറച്ച് വിള്ളലുകൾ വന്നിരുന്നു. അപ്പോൾ അത്തരമൊരു കാരണം കൂടി, കാരണം ഈ അഫ്ഗാനിലെ ജനത എന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള വൈദ്യുതി, അതുപോലെ ഭക്ഷണം പോലെയുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ബുദ്ധിമുട്ടുന്നൊരു ജനതയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് വളരെ കുറച്ചുകൂടി അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് മൊബൈൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ അശ്ലീല സൈറ്റുകളൊക്കെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ അധാർമികമായിട്ടുള്ള രീതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചുകൂടി പൊളിറ്റിക്കലാണ്, കുറച്ചുകൂടി നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം US താലിബാൻ ബന്ധം ഈ അടുത്തിടെ വഷളായിരുന്നു. താലിബാൻ അടുത്തിടെ US അഫ്ഗാൻ പൗരത്വമുള്ള അമീരിയെ മോചിപ്പിച്ചതും ഗോണ്ടനാമോ ബേയിലെ അവസാന അഫ്ഗാൻ തടവുകാരനായിട്ടുള്ള മുഹമ്മദ് റഹീം അഫ്ഗാനിയെ മോചിപ്പിച്ചതും ദുർബല അഫ്ഗാനും USA ആയിട്ടുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ മോശമാക്കിയിരുന്നു. അതുകൊണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ
അല്ലെങ്കിൽ അതുകൊണ്ട് ബാഹ്യ സുരക്ഷാ ഭീഷണികളെക്കുറിച്ചുള്ള ഭയം അഫ്ഗാനിസ്ഥാനുണ്ട്. അതുകൊണ്ട് ചൈനയെയോ ഇറാനെയോ പോലെ പ്രത്യേക ആപ്പുകളെ മാത്രം നിരോധിക്കുന്ന ഒരു ഫെസിലിറ്റിയൊന്നും അഫ്ഗാനിസ്ഥാനില്ല. അതുകൊണ്ട് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള ഇൻ്റർനെറ്റ് സംവിധാനം നിരോധിക്കുന്നതിലൂടെ ബാഹ്യ സുരക്ഷാ ഭീഷണികൾ മൂലമുള്ള ഭയം കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് വന്നത് എന്നതാണ് അനുമാനിക്കേണ്ടത്. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാൻ കഴിയില്ല. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മതം മനുഷ്യന്റെ തലച്ചോറിനെ ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതുപോലുള്ള വെളിവുകേടുകളൊക്കെ നമ്മൾ ഇനിയും കാണേണ്ടി വരും. എന്തൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്. അതായത് ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ് അഫ്ഗാൻ ജനത. ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ എന്ത് പിഴച്ചു? ഈ തീവ്രവാദികൾ തലപ്പത്ത് കയറിയിരുന്ന് ഭരിക്കുന്നതിൽ ആ മനുഷ്യർ എന്ത് ചെയ്തു എന്നതാണ് എന്നെ ആശങ്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. മതഭീകരത പുരോഗമനങ്ങൾക്ക് എതിരാണെന്ന് ഇ കെ തങ്കപ്പൻ പറയുന്നുണ്ട്. തങ്കപ്പൻ 100% ശരിയാണ്. ഈ സമീപകാലത്തൊരു ഭൂകമ്പം ഉണ്ടായില്ലേ? നിങ്ങൾ ആ സമയത്ത് നോക്കൂ, ആ ഭൂകമ്പത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ല. എന്താണ് കാരണം? പൊതുസ്ഥലത്ത് പുരുഷ ഡോക്ടർമാർ സ്ത്രീകളെ പരിശോധിക്കാൻ പാടില്ല അത്രേ. അതുകൊണ്ട് ആ സ്ത്രീകൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഒരു രാജ്യത്തുണ്ടായ ദുരവസ്ഥയാണ്. നമ്മൾ ഓർത്തു നോക്കൂ. നിങ്ങൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഈ താലിബാനെ വിസ്മയമെന്ന് വിളിച്ച വിവരദോഷികൾ നമ്മുടെ ഇടയിലും ഉണ്ടെന്നേ. അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും അധികം അകലെയല്ല എന്ന് ഏറ്റവും അധികം ജാഗ്രതയോടെ നമ്മൾ ഓർക്കേണ്ടതാണ്. ജാഗ്രതയോടെ ഇക്കൂട്ടരെ നമ്മൾ കാണേണ്ടതാണ്. ഒപ്പം തന്നെ സമീപ ദിവസങ്ങളിൽ മറ്റൊരു കാര്യം അവിടെ ഒന്ന് കേട്ടു. സ്ത്രീ എഴുത്തുകാർ എഴുതിയ പുസ്തകങ്ങൾക്ക് ആ നാട്ടിൽ നിരോധനം. എന്ത് വിലയാണ് സ്ത്രീ സമൂഹത്തിന് ആ മനുഷ്യർ സ്ത്രീ സമൂഹം പോട്ടെ, മനുഷ്യർക്ക് എന്ത് വിലയാണ് ആ ഭരണകൂടം നൽകുന്നത്? ഇപ്പോൾ ഇന്റർനെറ്റ് ഇല്ല, പുറം ലോകത്തോട് സംസാരിക്കാൻ കഴിയില്ല, സ്ത്രീ എഴുത്തുകാരുടെ പുസ്തകങ്ങളില്ല, സ്ത്രീകളെ പരിശോധിക്കില്ല, ഒരു അപകടം സംഭവിച്ചാൽ പുറത്തു വെച്ച് ഡോക്ടർമാർ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതാണ് പറയുന്നത്. മതം മനുഷ്യനെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇമാതിരി വിവരക്കേടും വെളിവുകേടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഏതായാലും വല്ലാത്തൊരവസ്ഥയിലേക്ക് താലിബാനല്ല അഫ്ഗാനിസ്ഥാൻ എത്തി നിൽക്കുന്നു എന്നത് സങ്കടകരമാണ്. ആ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് നമ്മൾ നൽകിയത്.